നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹക്കീം വധം, നിരാഹാര സത്യാഗ്രഹ സമരം നിർത്തിവെച്ചു. നിയമ പോരാട്ടം തുടരുമെന്നും സമരസമിതി നേതാക്കൾ. സർക്കാർ ജീവനക്കാർക്ക് പെരുമഴ പോലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രദീപ് താമരക്കൊടി. സദേൺ നേവൽ കമാൻഡ് ആൻഡ് സിവിലിയൻ എംപ്ലോയി അസോസിയേഷൻ ഏഴിമല ബ്രാഞ്ച് സമ്മേളനം രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ KK രാഗേഷ് MP ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU AITUCയുടെ നേതൃത്വത്തിൽ ചെറുകുന്ന് കണ്ണപുരം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച്. മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. ഹക്കീം വധം നിരാഹാര സത്യാഗ്രഹ സമരം നിർത്തിവെച്ചു. സമരപന്തലിൽ നടന്ന ജനകീയ കൺവെൻഷനിൽ C. കൃഷ്ണൻ MLA ആണ് നിർത്തിവെക്കൽ തീരുമാനം പ്രഖ്യാപിച്ചത്. നിയമ പോരാട്ടം തുടരുമെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ അറിയിച്ചു. ഹക്കീം വധം, പ്രതികളെ പിടികൂടുക, കേസന്വേഷണം CBI ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 100 ദിവസമായി പയ്യന്നൂർ ബസ് സ്റ്റാൻഡിന് സമീപം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന നിരാഹാര സത്യാഗ്രഹ സമരം നിർത്തിവെച്ചു. നിയമ നടപടികളും പ്രക്ഷോഭ പരിപാടിയുമായി സംയുക്ത സമരസമിതി മുന്നോട്ടു പോകും. 100 ദിവസം തികയുന്നതിന്റെ ഭാഗമായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തലിൽ ബഹുജന കൺവെൻഷനിലൂടെയാണ് C. കൃഷ്ണൻ MLA പ്രഖ്യാപനം നടത്തിയത്. നടത്തണമെന്നാണ് സമരസമിതി തീരുമാനിച്ചത്. രണ്ടാമത്തെ കാര്യം, 100 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടക്കുന്ന ഈ നിരാഹാര സമരം PV കുഞ്ഞപ്പൻ 8ാമത്തെ ദിവസമാണ്. പലരും ചോദിക്കുന്നുണ്ട്, വലിയ ത്യാഗങ്ങളെല്ലാം സഹിക്കുന്നു. പക്ഷേ പല സുഹൃത്തുക്കൾ, നമ്മുടെ തൊഴിലാളികളും എല്ലാം ചോദിക്കുന്നു. ഇന്നും ഒരു ചുവട്ട് തൊഴിലാളി എന്നോട് ചോദിച്ചു, അതിന് സാഹചര്യമാണ്, ആവശ്യകതയാണ് ഈ ജീവത്യാഗത്തിന്, ഈ സകല സമരത്തിന് ഇവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്, ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. മെയ് 15 മുതൽ ആരംഭിച്ച നിരാഹാര സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തവരെ ചടങ്ങിൽ ആദരിച്ചു. ഹൈക്കോടതിയിൽ നൽകിയ കേസുമായി നിയമ നടപടികൾ തുടരും. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് സെപ്റ്റംബർ 9-ാം തീയതി മാർച്ച് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. 8 ദിവസമായി നിരാഹാര സമരം അനുഷ്ഠിച്ച സംയുക്ത സമരസമിതി അംഗവും CITU നേതാവുമായ PV കുഞ്ഞപ്പന് C. കൃഷ്ണൻ MLA നാരങ്ങ നീര് നൽകി നിരാഹാര സമരം അവസാനിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, GD നായർ, T. പുരുഷോത്തമൻ, K. രാഘവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട കേരളീയ അവസ്ഥയ്ക്കു നേരെ പയ്യന്നൂരിലെ ജനമനസാക്ഷി ഉയർത്തിയ ചോദ്യമായിരുന്നു ഹക്കീം എന്ന ചെറുപ്പക്കാരനെ ചുട്ടുകൊന്നതാര്. ഇതിനുത്തരം കണ്ടെത്താൻ വേണ്ടി നടത്തിയ സമര പരമ്പരകൾക്കൊടുവിലായി 100 ദിവസത്തോളം തുടർന്ന നിരാഹാര സമരം പ്രത്യക്ഷ ഫലം കാണാതെ നിർത്തിവെച്ചിരിക്കുന്നു. പാതിയിൽ നിർത്തിയ പോരാട്ടങ്ങളും സമൂഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടെന്നത് ചരിത്രപാഠം. ഹക്കീം സമരവുമായി ബന്ധപ്പെട്ട് ന്യൂസ് ടീം തയ്യാറാക്കിയ വാർത്ത പ്രേക്ഷകാഭ്യർത്ഥന മാനിച്ച് വീണ്ടും സംപ്രേഷണം ചെയ്യുന്നു. അക്രമാസക്തമാകുന്ന സമരങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂട നിലപാടിനോടും അടിച്ചമർത്തലുകളെ അതിജീവിച്ചും ചോരയിൽ കുതിർന്ന സമരമുഖങ്ങൾ തീർക്കുന്ന പോരാളിപ്പടയോടും വ്യത്യസ്ത അളവിൽ യോജിപ്പും വിയോജിപ്പുമുള്ളവർ ഏതുകാലത്തും എവിടെയുമുണ്ട്. എന്നാൽ ഒരു നാടൊന്നാകെ തികച്ചും അഹിംസാ മാർഗത്തിലൂടെ നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ ക്രൂരമായി അവഗണിച്ച് അപമാനിക്കുന്ന ഭരണകൂട നിലപാടിനെ ജനാധിപത്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചവർക്കാർക്കും അനുകൂലിക്കാൻ കഴിയില്ല, തീർച്ച. ഈ മുഖവുരയൊന്നും വേണ്ടാത്ത വിധം പയ്യന്നൂരിൽ 100 ദിവസം പിന്നിടുന്ന
ഐതിഹാസികമെന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന നീതിക്ക് വേണ്ടിയുള്ള സംയുക്ത സമരസമിതിയുടെ സഹന സമരത്തെക്കുറിച്ച് പറയാനാണ്. 101 വട്ടം ആവർത്തിക്കപ്പെട്ടതുകൊണ്ടും പറഞ്ഞതിനേക്കാളേറെ പ്രബുദ്ധരായ പ്രേക്ഷകർക്ക് അറിയാവുന്നതുകൊണ്ടും ഹക്കീം കൊലക്കേസിന്റെ പ്രാഥമിക വിവരങ്ങൾ വീണ്ടും വിസ്തരിക്കുന്നില്ല. പയ്യന്നൂർ കൊച്ചിയിൽ പവിത്രമായ പള്ളിയങ്കണത്തിൽ ചുട്ടരിക്കപ്പെട്ട നിസ്വനും നിരപരാധനുമായ ഒരു ചെറുപ്പക്കാരന്റെ ഹക്കീമിന്റെ കൊലയാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂരിന്റെ മണ്ണിൽ ഈ നഗരഹൃദയത്തിൽ കഴിഞ്ഞ 100 ദിനങ്ങളായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹ സമരത്തോട്, സത്യഗ്രഹികൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ന്യായമായ ആവശ്യത്തോട് ഗാന്ധിയൻ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു ഭരണകൂടം തുടരുന്ന നിഷേധാത്മക നിലപാട് ചുരുങ്ങിയ പക്ഷം ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണെന്നെങ്കിലും പറയാതെ വയ്യ. അഹിംസയും സത്യഗ്രഹവും പവിത്രമായ സമരപാതകളായി ജീവിച്ചു കാട്ടിയ മഹാത്മജിയെ നെഞ്ചേറ്റിയ നാടാണ് പയ്യന്നൂർ. ഒപ്പം ചോരച്ചാലുകൾ നീന്തിക്കയറിയ ധീര വിപ്ലവകാരികളുടെ പേരിൽ ആവേശം കൊള്ളുന്നവരുടെ നാടുമാണിത്. സാഹോദര്യത്തിനും സൗഹാർദ്ദത്തിനും സ്വാതന്ത്ര്യബോധത്തിനും സാംസ്കാരിക പ്രബുദ്ധതയ്ക്കും മനുഷ്യാവകാശ സംരക്ഷണത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കുമെല്ലാം മറ്റേതൊരു ദേശത്തുള്ളവരെക്കാളും വില കൽപ്പിച്ചിരുന്നവരുടെ നാട്. പട്ടിണിയും ദാരിദ്ര്യവുമുണ്ടെങ്കിലും മനുഷ്യരുടെ ജീവിതങ്ങൾക്കുമേൽ അരക്ഷിതത്വത്തിന്റെ കാർനിഴൽ വീഴാത്ത വിധം ആരൊക്കെയോ കാവലുണ്ടായിരുന്ന ദേശം. ദേശീയതയും കമ്മ്യൂണിസവും സ്വാശ്രയബോധവും സഹകരണ പ്രസ്ഥാനങ്ങളുമെല്ലാം ചേർന്ന് മാനവികതയുടെ ആത്മാഭിമാനത്തിന്റെ കൊടികൾ വാനോളം ഉയർത്തിപ്പിടിച്ചിരുന്നു ഇവിടെ. എന്നാൽ ഇവയൊക്കെയും പഴങ്കഥയായി മാറുകയാണോ എന്ന സംശയം ബലപ്പെടുത്തുകയാണ് ഈ നാടിന്റെ സ്വച്ഛതയ്ക്കുമേൽ കിരാതവാഴ്ച നടത്തിയ കറുത്ത ശക്തികൾ. ഇവരെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്ന ദുരധികാര ദല്ലാളന്മാരും നപുംസകത്വം ആടയാഭരണങ്ങളായി അണിഞ്ഞാസ്വദിക്കുന്ന ഭരണാധിപന്മാരും. കൊച്ചി ജുമാ മസ്ജിദ് ജീവനക്കാരനായിരുന്ന ഹക്കീം എന്ന ചെറുപ്പക്കാരനെ വിശുദ്ധമായ പള്ളിപ്പറമ്പിൽ തന്നെയിട്ട് കത്തിച്ചവരാരെന്നോ അവർക്കു പിന്നിലെ കറുത്ത ശക്തികളേതെന്നോ 1.5 വർഷത്തിലേറെക്കാലം അന്വേഷിച്ചിട്ടും നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഹക്കീം എന്ന വെറും ദരിദ്രനായ ചെറുപ്പക്കാരന്റെ ജീവനും ജീവിക്കാനുള്ള അവകാശത്തിനും ഈ അന്വേഷണ സംഘാംഗങ്ങൾ സ്വന്തം കാലിലണിഞ്ഞ ബൂട്ട്സിന്റെ വില പോലും കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ അരിംകൊലയോടെ അനാഥമാക്കപ്പെട്ട ഒരു പാവം സ്ത്രീയുടെയും മകന്റെയും ഉള്ളുനുറുങ്ങുന്ന അനാഥത്വവും വിഹുലതകളും അഹിംസാമന്ത്രം സ്വന്തം ഹൃദയത്തിൽ ചില്ലിട്ടുവെച്ച് ആരാധിക്കുന്നവരെന്ന് മേനി പറയുന്ന അഭിനവ ഗാന്ധിയനായ പോലീസ് മന്ത്രിക്കും ഇങ്ങ് പയ്യന്നൂരിലടക്കമുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾക്കും മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ വിശ്വാസം ഉൾപ്പെടെ വിഭിന്നതകളെല്ലാം മാറ്റിവെച്ച് നീതിക്ക് വേണ്ടി ഒരു നാട് നടത്തുന്ന ധാർമ്മിക സമരത്തിൽ അണിനിരന്ന പരസഹസ്രം മനുഷ്യസ്നേഹികളുടെ, ദേശസ്നേഹികളുടെ ശബ്ദത്തെ നിർലജ്ജം അവഗണിക്കാൻ ഇവിടെ ചിലർക്കെങ്കിലും സാധിക്കുന്നത് എങ്ങനെയാണ്? 100 നാൾ തികയുന്ന തികച്ചും ഗാന്ധിയൻ മാർഗത്തിലുള്ള ഈ സമരത്തെയും അവഹേളിക്കുന്നവരുടെ ലക്ഷ്യമെന്താണ്? നാടിന്റെ പൊതുവികാരം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവർക്ക് ചരിത്രം കാത്തുവച്ചിരിക്കുന്നത് തിരസ്കാരത്തിന്റെ ചവറ്റുകുട്ടയല്ലാതെ മറ്റെന്തായിരിക്കും? 2015 മെയ് 15 പയ്യന്നൂർ നഗരസഭാധ്യക്ഷ KV ലളിതയായിരുന്നു ഹക്കീമിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കേസ് CBIക്ക് വിടുക എന്ന ആവശ്യമുയർത്തി അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ ആദ്യ സത്യഗ്രഹിയായത്. പിന്നീട് സംയുക്ത സമരസമിതി നേതാക്കളായ അത്തായി ബാലൻ, K രാഘവൻ, TTV ലാലു, AV രഞ്ജിത്ത്, വിനോദ് രാമന്തലി, KV ബാബു, P ജയൻ തുടങ്ങി 10ഓളം പേർ നിരാഹാരത്തിൽ കണ്ണിച്ചേർന്നു. ഐതിഹാസികമെന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായി ജാതിമത രാഷ്ട്രീയ ലിംഗഭേദം വെടിഞ്ഞ് ലക്ഷങ്ങൾ ഐക്യദാർഢ്യവുമായി സമരവേദിയിൽ പിന്നിട്ട 100 ദിനങ്ങളിലായി ഒഴുകിയെത്തിയിട്ടും കാണേണ്ടവർ മാത്രം കണ്ണു തുറന്നില്ല. ഇവിടെ നിന്നുയരുന്ന നീതിക്കായുള്ള മുറവിളികൾ അധികാര സോപാനത്തിൽ അമർന്നിരിക്കുന്നവരുടെ ഭദ്രതയിൽ തട്ടി നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നു. ഭരണകൂടത്തിന്റെ നിസ്സംഗത പലതരത്തിൽ പടരുന്ന പ്രതിഷേധമായി രൂപപ്പെടുകയാണ്. വഴിതടഞ്ഞും ഹർത്താലാചരിച്ചും പലവിധത്തിൽ
നീതിയുടെ ശബ്ദം ദിഗന്ധങ്ങളിൽ ഉയർത്തിയിട്ടും ഭരണകൂടവും പോലീസും ഇനിയും കുംഭകർണ സേവ വിട്ടുണർന്നിട്ടില്ല. അവഗണനയ്ക്കെതിരായി രൂപം കൊള്ളുന്ന ചോരത്തിളപ്പുകളെ രാഷ്ട്രീയ പക്വത കൊണ്ട് മാത്രം ഇനിയും മെരുക്കി നിർത്താനാവുമെന്ന പ്രതീക്ഷയും ക്ഷയിക്കുകയാണ്. അധാർമികളോട് ധർമ്മവഴി സ്വീകരിക്കുന്നതിലെ അധാർമികതയെക്കുറിച്ച് ചോരത്തിളപ്പുകൾ ആലോചിച്ചു തുടങ്ങിയെങ്കിൽ കുറ്റം പറയാനുമാവില്ല. ഇവിടെ സമരപ്പന്തലിലും ചുറ്റിലും പലയിടങ്ങളിലുമായി ഉയരുന്ന ബോർഡുകളിലെ രൂക്ഷതയാർന്ന പരിഹാസവും ക്ഷോഭങ്ങളും മറ്റെന്തിന്റെ അടയാളങ്ങളാണ്? പൊതുവികാരത്തെ ഇത്ര ഹീനമായി അവഹേളിക്കാൻ ഒരു പക്ഷേ പുതിയ കാലത്ത് ഏറ്റവും കൊടിയ ഏകാധിപതിക്ക് പോലും കഴിഞ്ഞെന്നു വരില്ല. ഏകാധിപതികളെപ്പോലും ലജ്ജിപ്പിക്കുന്ന മനുഷ്യാവകാശ ലംഘനവും നീതി നിഷേധവുമാണ് ഇവിടെ നമ്മൾ തെരഞ്ഞെടുത്തയച്ച സർക്കാർ പുലർത്തുന്നതെന്ന് പറയേണ്ടി വരുന്നതിലെ ലജ്ജ മറച്ചുവെക്കുന്നില്ല. നീതിക്ക് വേണ്ടി നടന്ന പോരാട്ടങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ലക്ഷ്യം കണ്ടാലുമില്ലെങ്കിലും ഒരിക്കലും പരാജയങ്ങളായിരുന്നില്ലെന്ന ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് മുന്നിലുണ്ട്. ഈ സമരവും ദേശചരിത്രത്തിൽ രജതലിപികളാൽ രേഖപ്പെടുക തന്നെ ചെയ്യും. സത്യഗ്രഹികൾക്ക് എന്നും ജനപക്ഷത്തു നിന്ന് മാത്രം കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്ന നെറ്റ്വർക്ക് ചാനലിന്റെ ഐക്യദാർഢ്യം. സർക്കാർ ജീവനക്കാർക്ക് പെരുമഴ പോലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രദീപ് താമരക്കൊടി തൃക്കരിപ്പൂരിൽ KMK ഹാളിൽ NGO അസോസിയേഷൻ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ഫെസ്റ്റിവൽ അലവൻസ് അനുവദിച്ച വിപ്ലവകരമായ തീരുമാനമെടുത്ത ശ്രീമാൻ AK ആന്റണിക്കെതിരെ പോലും നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംഘടനയ്ക്ക് അംഗീകാരം നൽകി കേന്ദ്ര തലത്തിലുള്ള ശമ്പളവും ഒരു മാസത്തെ ശമ്പളം ബോണസും നൽകിയ ശ്രീ K കരുണാകരനെതിരെ നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി നയിക്കുന്ന UDF സർക്കാരിനെതിരെ പ്രതിഷേധക്കുറിപ്പ് പോലും ഇറക്കാതെ സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ അനുവദിച്ചു തന്ന സർക്കാർ എന്ന ഖ്യാതി സംസ്ഥാന ഭരണചരിത്രത്തിൽ ആദ്യമാണെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രദീപ് താമരക്കുടി അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ KMK ഹാളിൽ കേരള NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സർവീസിന്റെ ഘടനയിലും ജീവനക്കാരുടെ ഉദ്യോഗക്കയറ്റങ്ങളുടെ അവസരങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഈ സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളുടെ പെരുമഴക്കാലം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രാഞ്ച് പ്രസിഡന്റ് R മധുസൂദനൻ അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് C രവി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PV രമേശൻ, PV രാജഗോപാലൻ, KC സുജിത് കുമാർ, KV ഭക്തവത്സലൻ, MP കുഞ്ഞുമൊയ്തീൻ, VV സുകുമാരൻ, ബ്രാഞ്ച് സെക്രട്ടറി KV രാജീവൻ, ട്രഷറർ PV അമൃതരാജ് എന്നിവർ സംസാരിച്ചു. മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട വടക്കേ തൃക്കരിപ്പൂരിലെ വില്ലേജ് ഓഫീസർ K രമേശ്, പൂരക്കളിയിലെ മികവിനുള്ള അംഗീകാരം ലഭിച്ച ആരോഗ്യവകുപ്പിലെ സുരേന്ദ്രൻ പണിക്കർ എന്നിവരെ ചടങ്ങിന്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറി പ്രദീപ് താമരക്കുടി ഉപഹാരം നൽകി അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സദേൺ നേവൽ കമാൻഡ് ആൻഡ് സിവിലിയൻ എംപ്ലോയീസ് അസോസിയേഷൻ ഏഴുമല ബ്രാഞ്ച് സമ്മേളനം രാമതളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. KK രാകേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഇനി മാർക്സിസത്തിന് യാതൊരു പ്രസക്തിയില്ല എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിലാണ് സോവിയറ്റിനോട് തകർച്ചയ്ക്ക് ശേഷം ലോക പ്രശസ്ത ദാർശനികനായ ഫ്രാൻസിസ് ഫുക്കുയാമ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുത്ത പേര് ചരിത്രത്തിന്റെ അന്ത്യമെന്നാണ്. ബ്രാഞ്ച് പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. K രാഘവൻ, KK സനൂപ്, ശശിധരൻ, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരള NGO അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് 41ാം വാർഷിക സമ്മേളനം പയ്യന്നൂർ സൊസൈറ്റി ഹാളിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവസാനമായി കേരളത്തിൽ അംഗീകാര ഇലക്ഷൻ തന്നെയാണ് അപ്രതീക്ഷിതമായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സമന്വയ നേതാവും. ഭരണ തുടർച്ചയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരൊക്കെ അല്ല എന്ന് പറഞ്ഞാലും ജനങ്ങൾ സംസ്ഥാന സർക്കാരിന് ഒപ്പമാണെന്നും അതിനുള്ള തെളിവാണ് ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് KP കുഞ്ഞിക്കണ്ണൻ അഭിപ്രായപ്പെട്ടു. ബ്രാഞ്ച് സെക്രട്ടറി PV അശോകൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K മധു, നാരായണൻകുട്ടി മനിയേരി, സംസ്ഥാന കമ്മിറ്റി അംഗം KV അബ്ദുൾ റഷീദ്,
ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP സതീഷ് കുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AV രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി PV അശോകൻ സ്വാഗതവും ട്രഷറർ B വിജയകുമാർ നന്ദിയും പറഞ്ഞു. സമ്മേളന ഭാഗമായി പ്രതിനിധി സമ്മേളനം, യാത്രയയപ്പ് സമ്മേളനം എന്നിവയും നടന്നു. സംസ്ഥാന കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU AITUCയുടെ നേതൃത്വത്തിൽ ചെറുകുന്ന് കണ്ണപുരം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ പഴയ കാലത്തെല്ലാം പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായത്, അതുമായി 69 ഇന്ദിരാഗാന്ധി ബാങ്ക് സൽക്കരിച്ചത്. കോർപ്പറേറ്റ് വൽക്കരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും തൊഴിലാളി ദ്രോഹ നയമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്നും താവം ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കർഷക തൊഴിലാളി പെൻഷൻ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, തൊഴിലുറപ്പ് പദ്ധതി ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. പപ്പൻ കുഞ്ഞിമംഗലം അധ്യക്ഷനായി, PV ബാബു രാജേന്ദ്രൻ, PM നാരായണൻ, ലീല കുഞ്ഞിമംഗലം, TV സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത പൂരക്കളി കലാകാരൻ ചെറുകുന്ന് താവത്തെ PV ബാലന് നാടിന്റെ ആദരം. ഫോക്ലോർ ദിനാചരണത്തിന്റെ ഭാഗമായി താവം ഈഗിൾ ക്ലബ് PV ബാലനെ ആദരിച്ചു. ഫോക്ലോർ അക്കാദമി അംഗം സുധീർ വെങ്ങര ഉദ്ഘാടനം ചെയ്തു. പൂരക്കളി രംഗത്ത് തനതായ സംഭാവനകൾ നൽകാൻ PP ബാലൻ എന്ന പൂരക്കളി കലാകാരന് സാധിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ പൂരക്കളി രംഗത്ത് സജീവമായ PV ബാലൻ 18-ാം വയസ്സിൽ പൂരക്കളിയിൽ ഗുരുനാഥനായി മാറി. ചെറുകുന്ന്, കണ്ണപുരം, അഴീക്കോട്, മാടായി തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലെ പൂരക്കളി സംഘങ്ങൾക്ക് ഗുരുനാഥനാണ് ഇദ്ദേഹം. ഇന്ന് 69 വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും പൂരക്കളി രംഗത്ത് സജീവമാണ്. കേരള ഫോക്ലോർ അക്കാദമിയും താവം ഈഗിൾ ക്ലബ്ബും ചേർന്ന് ഫോക്ലോർ ദിനത്തിൽ PV ബാലനെ ആദരിച്ചു. കേരള ഫോക്ലോർ അക്കാദമി അംഗം സുധീർ വെങ്ങര ഉപഹാര സമർപ്പണം നടത്തി. PP സന്തോഷ് അധ്യക്ഷനായി. T ഷിനു, KV ലതികേഷ്, P പുരുഷോത്തമൻ, നികേഷ് താവം, T ഷിജു, PK നിഷാദ്, വൈശാഖ് KV തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ ഈഗിൾ ക്ലബ്ബ് ഓണാഘോഷത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റിന്റെ പ്രകാശനവും സുധീർ വെങ്ങര നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AIDWA ആലപ്പടം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P ദാക്ഷായണി ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം തടയുക, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങി കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് AIDWA ആലപ്പടമ്പ് ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. AIDWA ജില്ലാ കമ്മിറ്റി അംഗം P ദാക്ഷായണി ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് സെക്രട്ടറി KV ശൈലജ ലീഡറായുള്ള ജാഥയ്ക്ക് അയ്യോളം, അരിയിൽപാലം, ചൂരൽ ടൗൺ, കുറുക്കുട്ടി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന് തുടക്കമായി. അടുത്തുള്ള EMS വായനശാലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ K സരള ഉദ്ഘാടനം ചെയ്തു. പാരിസ്ഥിതിക പ്രതിബദ്ധതയുമായി യുവജനങ്ങൾ മുന്നോട്ടു പോകണം എന്ന സന്ദേശമായാണ് ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ നാടറിയാൻ നാട്ടിനെ അറിയാൻ, മാലിന്യ സംസ്കരണ ക്യാമ്പയിൻ, പേപ്പർ ബാഗ് നിർമ്മാണം, റോഡ് ശുചീകരണം, പച്ചക്കറിത്തോട്ട നിർമ്മാണം, പൂന്തോട്ട നിർമ്മാണം, സിനിമാ പ്രദർശനം, കവിയരങ്ങ് എന്നിവയും നടക്കും. ഈ പൊന്നോണ മാസക്കാലത്ത് തന്നെയാണ് നിങ്ങൾ ഈ സപ്തദിന ക്യാമ്പ് നടത്തുന്നത്. അപ്പൊ ഏറെ നിങ്ങൾക്ക് കുട്ടികൾക്ക്, ഗേൾസിന്, ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഓർമ്മിക്കാനുള്ളൊരു മനോഹരമായ ദിനങ്ങളാണ് ഇവിടുത്തെ സംഘാടകർ ഒരുക്കി വച്ചിരിക്കുന്നത്. NV രാമകൃഷ്ണൻ അധ്യക്ഷനായി. E സുരേഷ് ബാബു, PV അനില, K ലളിത, KV ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇനി ഓണവിശേഷങ്ങൾ. ഓണപ്പൂത്താലം. അത്തപ്പൂക്കളത്തിലെ അഗ്നിശോഭയാണ് ഹനുമാൻ കിരീടം. കൃഷ്ണമുടി, കൃഷ്ണകിരീടം എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഹനുമാൻ കിരീടത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഓണപ്പൂത്താലം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമാണ് ഹനുമാൻ കിരീടം. എങ്കിലും ഓണക്കാലത്ത് ഹനുമാൻ കിരീടം കൂടുതൽ സജീവമാകുന്നു. ചുവന്ന നിറത്തിൽ പൂക്കളത്തിന് അഗ്നിശോഭ പകരുന്നതിനാൽ തന്നെ ഏവരുടെയും പ്രിയങ്കരമാണ് ഹനുമാൻ കിരീടം. കൃഷ്ണമുടി, കൃഷ്ണകിരീടം എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഈ പുഷ്പം. കിരീടത്തിന്റെ ആകൃതിയിൽ ചെടികളിൽ തലയുയർത്തി നിൽക്കുന്നതിനാൽ തന്നെയാകാം കിരീടം എന്ന പേര് ഈ പുഷ്പത്തിന് ചാർത്തി കിട്ടിയത്. ഒരു പൂക്കുലയിൽ തന്നെ നിറയെ പൂക്കളുള്ളതിനാൽ ഒരു പൂക്കുല മതി ഒരു പൂക്കളം പോലും നിറയ്ക്കാൻ. അതുകൊണ്ട് തന്നെ പൂക്കൾ തേടി അലയുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട പൂവാണ് ഹനുമാൻ കിരീടം. നാട്ടിൻപുറങ്ങളിൽ എല്ലാ കാലത്തും ഈ പുഷ്പം ഉണ്ടാകാറുണ്ടെങ്കിലും വർണ്ണപ്പൊലിമ കൊണ്ട് ഓണക്കാലത്ത് ഏവരെയും ആകർഷിക്കുന്നു ഈ പുഷ്പം.
ജപ്പാനിലെ പഗോഡയെ ഓർമ്മിപ്പിക്കുന്നതിനാൽ ഇംഗ്ലീഷിൽ ഇതിനെ പഗോഡ പ്ലാന്റ് എന്നും പറയുന്നു. വെർബനേസിയ കുടുംബത്തിൽപ്പെട്ട ഹനുമാൻ കിരീടത്തിന്റെ ശാസ്ത്രനാമം ക്ലീറോഡെൻഡും പാനിക്കുലേറ്റ എന്നാണ്. ഓർമ്മയിലെ ഓണം. പ്രമുഖ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ അപ്പുക്കുട്ടൻ മാസ്റ്ററാണ് ഓണം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. തന്റെ കുട്ടിക്കാലത്തെ ഓണം കൂട്ടായ്മയുടേതായിരുന്നുവെന്നും ഓണം എന്ന സങ്കല്പം സന്തോഷിക്കാനുള്ള കാലമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. നാട്ടിൽ ദാരിദ്ര്യവും മറ്റും ഉണ്ടായിരുന്നുവെങ്കിലും അതിനൊക്കെ അതിജീവിച്ചും ഓണത്തെ വരവേറ്റിരുന്ന കാലമായിരുന്നു അന്നത്തേത്. അതിരുകളില്ലാത്ത കാലമായിരുന്നു. പൂക്കളിട്ടും വിവിധ കളികളിലേർപ്പെട്ടും ഓണത്തെ മധുരതരമാക്കിയിരുന്നു. നാടൻ കളികൾക്കൊപ്പം ഓണക്കളി, കുമ്മിക്കളി ഇവയിൽ ഏത് കളിയിലും ഏർപ്പെടാം. ഇന്ന് കളികളിൽ പോലും അതിരുകളുണ്ട്, രീതികളും നിബന്ധനകളുമുണ്ട്. അദ്ദേഹം പറയുന്നു. ഉണ്ടാക്കിയെടുക്കാനുള്ള അതിന് അവരും അവരുടെ കുട്ടികളും അവരുടെ കുടുംബവും മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നത്. പഴയ കാലവുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഏകാന്തത നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക. അന്ന് അതിരുകളില്ല, വേലികളില്ല. കുട്ടികൾ രാവിലെ ഇറങ്ങിയാൽ അവർക്ക് എവിടെ നിന്നും പൂക്കൾ സംഭരിക്കാം, ഒരു വിഷമവുമില്ല, ആരും അവരെ ശകാരിക്കില്ല. പൂക്കൾ സംഭരിച്ചോട്ടെ എന്ന് തന്നെയാണ്. പൂക്കൾ കുട്ടികൾക്ക് സംഭരിക്കാനുള്ളതാണ്, പൂക്കളം ഉണ്ടാക്കാനുള്ളതാണ്, പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനുള്ളതാണ്, അത് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനുള്ളതാണ് എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഓണം എന്ന സങ്കല്പത്തിൽ തന്നെ അതാണല്ലോ ഉള്ളത്. എല്ലാവർക്കും സന്തോഷിക്കാനുള്ളൊരു സന്ദർഭം, എല്ലാവരെയും ആഹ്ലാദത്തിൽ ആറാടിക്കുന്ന ഒരു അവസരം എന്നായിട്ടാണ് ഓണത്തെ കാണുന്നത്. അതുകൊണ്ട് ആർക്കും ഈ ആഹ്ലാദം നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം, ഒരിടപെടൽ വാസ്തവത്തിൽ അന്ന് സമൂഹത്തിൽ വളരെ കുറവായിരുന്നു എന്ന് പറയും. എന്നാലും പഴയ സങ്കല്പത്തെ തിരിച്ചുപിടിക്കലാണ് ഏറ്റവും വലിയ കർമ്മമായി കാണേണ്ടതെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഓണനക്ഷത്രം, വിശാഖ നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഗംഗാധരൻ മാസ്റ്റർ പ്രതിപാദിക്കുന്നത്. മഴമേഘങ്ങൾ അല്പം മാറിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ചന്ദ്രനോടൊപ്പം കാണാൻ കഴിയുന്ന നക്ഷത്രമാണ് വിശാഖം. നമ്മുടെ രാശിചക്രത്തിലെ 7ാമത്തെ രാശിയായ തുലാം നക്ഷത്രത്തിലാണ് വിശാഖ നക്ഷത്രമുള്ളത്. തുലാം എന്ന് പറയുന്നത് ഒരു തുലാസിൻ്റെ ആകൃതിയിൽ കാണുന്ന നക്ഷത്രക്കൂട്ടമാണ്. ഈ കൂട്ടത്തിലെ ഏറ്റവും തിളക്കമേറിയ 2 നക്ഷത്രങ്ങളാണ് ആൽഫയും ബീറ്റയും. ഈ 2 നക്ഷത്രങ്ങൾ ചേർന്ന കൂട്ടത്തെയാണ് വിശാഖം എന്ന് വിളിക്കുന്നത്. അവിടുന്ന് വിശാഖത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അല്പം വടക്കോട്ട് മാറിയിട്ടാണ് ഇന്ന് നമ്മൾ ചന്ദ്രനെ കാണാൻ സാധിക്കുക. നമ്മുടെ ആകാശത്തിൻ്റെ മധ്യരേഖയിൽ നിന്ന് ഏതാണ്ട് 18 ഡിഗ്രിക്കും 25 ഡിഗ്രിക്കും ഇടയിലാണ് ഈ തുലാം നക്ഷത്രഗണം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ വിശാഖ നക്ഷത്രത്തെ നിരീക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഇത് വളരെ ആകർഷണീയമല്ല. കാരണം 2 തിളക്കമേറിയ നക്ഷത്രങ്ങളെ മാത്രമേ നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ആകാശത്തിൻ്റെ നേർ തലക്ക് മുകളിൽ നിന്ന് അല്പം തെക്കോട്ട് മാറി ചന്ദ്രൻ്റെ സ്ഥാനം കണ്ടുപിടിച്ചതിന് ശേഷം ചന്ദ്രൻ്റെ സ്ഥാനത്തിന് അരികിലായി കാണുന്ന ഏറ്റവും തിളക്കമേറിയ 2 നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് വിശാഖ നക്ഷത്രം. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി കഥക് നൃത്തവിരുന്നും പൂക്കളം മത്സരവും ഓണസദ്യയും ഒരുക്കി. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചത്. സ്പീക്ക് മാക്കയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കഥക് നൃത്തവിരുന്ന് ഏറെ ശ്രദ്ധേയമായി. PTA പ്രസിഡന്റ് പി കുഞ്ഞികൃഷ്ണൻ നൃത്തവിരുന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു.
ടിക്മാക് കോർഡിനേറ്റർ കെ രമേഷ് ബാബു കഥക് നൃത്തത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി സംസാരിച്ചു. പ്രശസ്ത കഥക് നർത്തകി ദേവ്ജയ സർക്കാർ നൃത്താവതരണം നടത്തി. പൂക്കള മത്സരവും കമ്പവലി മത്സരവും സംഘടിപ്പിച്ചു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകി. BRC ചിറ്റാരിക്കലിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ഓണസദ്യയും ഓണക്കിറ്റ് വിതരണവും നടന്നു. BRC ഓഫീസിൽ നടന്ന ചടങ്ങിൽ എസ് റായ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയാലും ഇപ്പോൾ നമുക്ക് ഇതുപോലെ എൻഡോസൾഫാൻ പാക്കേജിൽ ഒരുപാട് കുട്ടികളാണ് നമ്മൾ എത്രയോ കാണുന്നത്. അതിനൊക്കെ സഹായം BRCയിലെ ഭിന്നശേഷിയുള്ള കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓണസദ്യ നൽകിയാണ് സംഘാടകർ ഓണം ആഘോഷിച്ചത്. തുടർന്ന് കുട്ടികൾക്കും അവരെ പരിചരിക്കുന്ന മാതാവിനും ഓണക്കോടി വിതരണം ചെയ്തു. പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ജാനകി ടീച്ചർ ഓണക്കോടി വിതരണം ചെയ്തു. ജില്ലാ പ്രൊജക്ട് ഓഫീസർ അയ്യൂബ് ഖാൻ അധ്യക്ഷത വഹിച്ചു. മീനാക്ഷി, ബാലകൃഷ്ണൻ, CP മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മറ്റു വാർത്തകളിലേക്ക്. FSCTO തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ഓപ്പൺ ഫോറം തങ്കേമുക്കിൽ നടന്നു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്യാമള ഉദ്ഘാടനം ചെയ്തു. കാൽനൂറ്റാണ്ടെത്തുന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനത്തെ മുന്നോട്ടു നയിക്കുന്നതിൽ ഇടതുപക്ഷം പുലർത്തിയ പ്രതിജ്ഞാബദ്ധത ഇന്നത്തെ ഭരണകർത്താക്കൾക്കുണ്ടോ? ഈ തിരിച്ചുപോക്ക് നമ്മുടെ പ്രതീക്ഷകൾക്ക് ഇണങ്ങുന്നതാണോ? ലക്ഷ്യത്തിനനുസരിച്ച് മുന്നേറാൻ എന്തു ചെയ്യണം? ബദലുകൾക്കായുള്ള അന്വേഷണത്തിന് FSCTO തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തങ്കേമുക്കിൽ നടന്ന ഓപ്പൺ ഫോറത്തിൽ വിശകലനം ചെയ്തു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്യാമള ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഗഡുക്കളായിട്ട് തരുമ്പോഴുണ്ടാകുന്ന പ്രയാസം മാത്രമല്ല, ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നാം നേരത്തെ ഏതിനാണോ പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വകുപ്പ്. NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP ഗംഗാധരൻ രേഖ അവതരണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാർഷിക പൊതുയോഗവും സംസ്ഥാന ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട ദേവസ്യ മേശരിക്കുള്ള സ്വീകരണവും ചേംബർ ഹാളിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പയ്യന്നൂർ മേഖലാ ജനറൽ ബോഡി യോഗവും സംസ്ഥാന ട്രഷററായി തെരഞ്ഞെടുത്ത ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേശരിക്കുള്ള സ്വീകരണവും പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്നു. കഴിഞ്ഞ ഏതു കാലഘട്ടത്തിലും വ്യത്യസ്തമായി സംഘടനയുടെ ജില്ലാ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച തീരുമാനങ്ങൾ പയ്യന്നൂർ മേഖലയിൽ നടപ്പാക്കുന്നതിന് യൂണിറ്റ് കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഇടയിൽ ഒരു പാലം തീർത്തുകൊണ്ട് വളരെ ചിട്ടയോടുകൂടി ഈ മേഖലയിൽ നടപ്പാക്കുന്നതിൽ വലിയ പങ്കാണ് ശ്രീ തിലകന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. മേഖലാ പ്രസിഡന്റ് MP തിലകൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി K. ബാബുരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, സെക്രട്ടറി V. നന്ദകുമാർ, VP സുമിത്രൻ, TP മഹമ്മൂദ് ഹാജി, VM മുകുന്ദൻ എന്നിവർ പ്രഭാഷണം നടത്തി. 2015-17 വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഒളവറ സങ്കേത ഗവൺമെന്റ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഫോക്ലോർ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. നാടൻപാട്ട് കലാകാരി നാരായണി അമ്മ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. നാട്ടിപ്പാട്ട് പാടിക്കൊണ്ടാണ് നാരായണിയമ്മ ഫോക്ലോർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് കുട്ടികളുടെയും അമ്മമാരുടെയും നാടൻ കലകളുടെ അവതരണവും കുട്ടികൾ പച്ചോല കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും നടന്നു. പരിപാടിയിൽ നാട്ടുകാരും കുട്ടികളും അമ്മമാരും അധ്യാപകരും അടക്കം നിരവധി പേർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ IT കൈരളി ജനശ്രീ യൂണിറ്റ് ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മെമ്പർക്കുള്ള പുരസ്കാരം ഷംസുദ്ദീൻ ITക്ക് ലഭിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ IT കൈരളി ജനശ്രീ മിഷൻ വകയായി ഏറ്റവും നല്ല ജനകീയ പഞ്ചായത്ത് മെമ്പർക്കുള്ള പുരസ്കാരം ഷംസുദ്ദീൻ ITക്ക് P. മുഹമ്മദ് അലി ആലപ്പി നൽകി. തുടർന്ന് ജനശ്രീ മിഷൻ വകയായുള്ള ഓണച്ചന്തയും നടന്നു. ജില്ലാ ജനശ്രീ മിഷൻ ട്രഷറർ സുബൈദ, ഭാരവാഹികളായ താഹിറ, കാർത്യായനി, ഗോപാലൻ, യശോദ, ചന്ദ്രി തുടങ്ങിയവർ സംബന്ധിച്ചു. IRPC കാങ്കോൽ വെസ്റ്റ് ലോക്കലിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിലും മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് സവിശേഷതകളുണ്ട് എന്ന്
നിങ്ങളിൽ പലർക്കും നന്നായി അറിയാം. അവിടെ ത്യാഗജനരായ നേതാക്കളും സഖാക്കളും സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഇനിഷ്യേറ്റീവ് ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ IRPC കാങ്കോൽ വെസ്റ്റ് ലോക്കലിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്നു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ K രാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KV അനിത, KV പവിത്രൻ, K പത്മിനി, P രാധാകൃഷ്ണൻ, PV രഘു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വയോജന കൂട്ടായ്മയിൽ പങ്കെടുത്ത 100 പേർക്ക് ചടങ്ങിൽ വെച്ച് ഓണക്കോടി വിതരണം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പുതുതായി നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള സംഘാടക സമിതി യോഗം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പ്രസിഡന്റ് P രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് P ഉഷ അധ്യക്ഷയായി. സെക്രട്ടറി KV പ്രകാശൻ സ്വാഗതം ആശംസിച്ചു. നിരവധി പേർ സംബന്ധിച്ചു. ഫുട്ബോൾ ക്ലബ്ബായ മൊട്ടമ്മൽ ബ്രദേഴ്സിന്റെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 20ാം വാർഷികാഘോഷവും ഓഗസ്റ്റ് 24 മുതൽ 29 വരെ മലബാർ ജലോത്സവം ഉൾപ്പെടെയുള്ള വിവിധ കലാകായിക സാമൂഹ്യ സാംസ്കാരിക പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഓഗസ്റ്റ് 24 തീയതി രാവിലെ 9 മണിക്ക് ക്ലബിന്റെ മുഖ്യ രക്ഷാധികാരി VP മമ്മു ഹാജി പതാക ഉയർത്തും. തുടർന്ന് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം KSRTC സോണൽ ഓഫീസർ K മുഹമ്മദ് സഫറുള്ള നിർവഹിക്കും. രാവിലെ 11 മണിക്ക് നടക്കുന്ന എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്താർ വടക്കുംപാട് നിർവഹിക്കും. വൈകുന്നേരം 3 മണിക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനും KAP കമാൻഡന്റുമായ U ഷറഫ് അലി ക്ലബിന്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യും. നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഓഗസ്റ്റ് 25 രാവിലെ 10 മണിക്ക് കാർഷിക സെമിനാറും കന്നുകാലി പ്രദർശനവും നടക്കും. 28 രാവിലെ 9 മണിക്ക് പൂക്കള മത്സരവും വൈകുന്നേരം 3 മണിക്ക് ജലോത്സവ വിളംബര ഘോഷയാത്രയും നടക്കും. 27 വൈകുന്നേരം 5 മണിക്ക് വെറ്ററൻസ് ഫുട്ബോൾ നടക്കും. കാസർഗോഡ് 11 മെട്ടമൽ ബ്രദേഴ്സും ഏറ്റുമുട്ടും. വാർഷികാഘോഷ പരിപാടിയുടെ മുഖ്യാകർഷകമായ മലയാള മനോരമയുമായി സഹകരിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള മലബാർ ജലോത്സവം 29ാം തീയതി അരങ്ങേറും. അവിട്ടം നാളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കൗവായിക്കാലിൽ നടക്കുന്ന ജലോത്സവം സംഘാടക സമിതി ചെയർമാൻ K കുഞ്ഞിരാമൻ MLA അധ്യക്ഷതയിൽ സംസ്ഥാന കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി AGC ബഷീർ, K ഗംഗാധരൻ, C ഇബ്രാഹിം, ബാലകൃഷ്ണൻ മാസ്റ്റർ, MV യൂസഫ് അലി, PP സെയ്തു എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടറിവിന്റെ പ്രതിരോധവുമായി കക്കിരിയാട് പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 23 ഞായറാഴ്ച നാട്ടുരുചിമേളയും നാടൻ ഭക്ഷണ പാചക മത്സരവും സംഘടിപ്പിക്കുന്നു. തനതു രുചിയും വിഭവങ്ങളും തിരിച്ചുപിടിച്ച് രുചിരംഗത്ത് ഉൾപ്പെടെ നടക്കുന്ന കമ്പോളവൽക്കരണത്തിനും സാംസ്കാരിക അധിനിവേശത്തിനുമെതിരെ നാടൻ വിഭവങ്ങളുടെ വീണ്ടെടുപ്പിലൂടെ പ്രതിരോധമുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കക്കിരിയാട് പൊതുജന വായനശാല ഗ്രന്ഥാലയം നാട്ടുരുചിമേളയും തനത് ഭക്ഷണ പാചക മത്സരവും സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ഡോക്ടർ E ഉണ്ണികൃഷ്ണനും ആരോഗ്യകരമായ ഭക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ KE കരുണാകരനും പ്രഭാഷണം നടത്തും. പരിപാടിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 23 ഞായറാഴ്ച രാവിലെ ഗ്രന്ഥാലയ പരിസരത്ത് വൈക്കത്ത് നാരായണൻ മാസ്റ്റർ നിർവഹിക്കും. മാറ്റൊലി 100 ദിവസം തുടർന്ന ഹക്കീം വധ നിരാഹാര സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ജനാഭിപ്രായമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. ഈ സമരം എന്തുകൊണ്ടും വിജയിച്ചേ പറ്റൂ. ഈ നാട്ടിൻ്റെ പാരമ്പര്യം ആ രീതിയിൽ സംരക്ഷിക്കണമെങ്കിൽ ഈ ഹക്കീമിൻ്റെ കൊലയാളികളെ നിർബന്ധമായും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ രാജ്യത്ത് സ്വസ്ഥതയും സമാധാനവുമത്തോടെ ജീവിക്കാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കൂ എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ സമരത്തിലൂടെ ഉയർത്തിക്കാണുന്നത്. ജനപ്രതിനിധികളും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക പ്രവർത്തകരും അടക്കം തന്നെ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഈ സമരത്തെ അവഗണിക്കുന്ന നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. ഈ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ സമരം ഇവിടെ വെച്ച് അവസാനിക്കുക തന്നെ ചെയ്താലും ഈ സമരം വളരെ ശക്തമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പയ്യന്നൂരിലെ ജനങ്ങൾ മാത്രമല്ല ഈ പ്രദേശത്തിലെ എല്ലാ ഭാഗത്തുള്ള ആളുകൾ, അതായത് പയ്യന്നൂരും കണ്ണൂരും ജില്ലാ സ്ഥലത്തിലുള്ള എല്ലാ ആളുകളും ഈ സമരത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പോടുകൂടി മുന്നോട്ട് പോകും. സൗണ്ട് ആൻഡ് പന്തൽ പയ്യന്നൂർ മേഖലാ തൊഴിലാളികൾ ഞായറാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. വേതന വർധനവ് ബന്ധപ്പെട്ടാണ് സമരം. അറിയിപ്പ്. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ തൊഴിൽരഹിത വേതനം വിതരണം കോറോം വില്ലേജിൽ ഉള്ളവർക്ക് ഓഗസ്റ്റ് 24-നും
പയ്യന്നൂർ വെള്ളൂർ വില്ലേജിലുള്ളവർക്ക് ഓഗസ്റ്റ് 25-നും രാവിലെ 11 മണി മുതൽ 3 മണി വരെ വിതരണം ചെയ്യും. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കരിവള്ളൂർ യൂണിറ്റ് കൺവെൻഷൻ ഓഗസ്റ്റ് 24-ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് കരിവള്ളൂർ A1 ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കണ്ണൂർ ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 24-ന് കരിവള്ളൂർ AV സ്മാരക ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കും. റേഡിയോ ഗ്രാമം ആലക്കോടിന്റെ സഹകരണത്തോടെ ഇന്ദിരാഗാന്ധി റേഡിയോ ക്ലബ്ബ് പ്രവർത്തനോദ്ഘാടനവും റേഡിയോ സമർപ്പണവും ഓഗസ്റ്റ് 23-ന് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബോംബെ ഹോട്ടലിന് സമീപം ഇഗ്മോ ഹാളിൽ നടക്കും. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിവകുപ്പിന്റെ പച്ചക്കറി വിപണന കേന്ദ്രം പിലാത്ര മത്സ്യ മാർക്കറ്റിന് സമീപം TV രാജേഷ് MLA ഓഗസ്റ്റ് 24-ന് ഉദ്ഘാടനം ചെയ്യും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചാൽ യൂണിറ്റ് കെട്ടിടോദ്ഘാടനവും കുടുംബസംഗമവും ഓഗസ്റ്റ് 30-ന് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ നടക്കും. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ക്ലബിന്റെയും സൗഹൃദ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിദ്യാഭ്യാസ ഉപരിപഠന മാനസികാരോഗ്യ ദ്വിദിന ക്യാമ്പ് ഓഗസ്റ്റ് 24-25 തീയതികളിലായി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു. എരമം വിജ്ഞാന ഗ്രന്ഥാലയത്തിൽ താലൂക്കിലെ മികച്ച ലൈബ്രറിക്കുള്ള കഴിഞ്ഞിയിൽ നാരായണൻ നായർ പുരസ്കാര സമർപ്പണവും ഓണാഘോഷവും ഓഗസ്റ്റ് 23-ന് ഞായറാഴ്ച എരമം നോർത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹക്കീം വധം, നിരാഹാര സത്യാഗ്രഹ സമരം നിർത്തിവെച്ചു. നിയമ പോരാട്ടം തുടരുമെന്നും സമരസമിതി നേതാക്കൾ. സർക്കാർ ജീവനക്കാർക്ക് പെരുമഴ പോലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രദീപ് താമരക്കൊടി. സദേൺ നേവൽ കമാൻഡ് ആൻഡ് സിവിലിയൻ എംപ്ലോയി അസോസിയേഷൻ ഏഴിമല ബ്രാഞ്ച് സമ്മേളനം രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ KK രാഗേഷ് MP ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU AITUCയുടെ നേതൃത്വത്തിൽ ചെറുകുന്ന് കണപുരം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച്. മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.